മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ളോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞാണി TVS-ലാണ് കേട്ടോ. എന്താണെന്നല്ലേ, ജുപിറ്റർ 125 ദെൻ എൻടോർക്ക് 125 ഈ ഒരു രണ്ട് വണ്ടിയുടെ വ്യത്യസ്തങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഷോറൂമിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോരേട്ടാ. മച്ചവരപ്പോ നമ്മൾ ആ രണ്ട് വാഹനങ്ങളുടെ അടുത്ത് എത്തിക്കുകയാണ് കേട്ടോ. എൻടോർക്ക് 125ഉം ജുപിറ്റർ 125ഉം കൂടെ നമ്മുടെ കാഞ്ഞാണി TVS-ലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ലിൻഡ മേഡം നമ്മളോടൊപ്പം ഈ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിട്ട് കേട്ടോ. ലിൻഡ മേഡം നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ലിൻഡ മേഡം, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു രണ്ട് വാഹനങ്ങളുടെ വിശേഷങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തീർച്ചയായും. എന്തൊക്കെയാണ് നമുക്ക് എൻടോർക്ക് 125ഉം ജുപിറ്റർ 125ഉം വരുമ്പോൾ വ്യത്യാസങ്ങൾ? അപ്പൊ നമ്മുടെ റോഡുകളില് ഇന്ന് കാണുന്നതിൽ ഭൂരിഭാഗവും നമ്മുടെ എൻടോർക്കും ജുപിറ്ററും ആണ്. നമ്മുടെ സാധാരണക്കാർക്ക് എഫോർഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ TVS കമ്പനി ഈ രണ്ട് വാഹനത്തിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജുപിറ്റർ 125 തന്നെ തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരുടെ വാഹനമാണ് നമ്മുടെ ജുപിറ്റർ. അപ്പൊ ജുപിറ്റർ 125ന്റെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാല് അതിന് നമുക്ക് മൈലേജ് വളരെയധികം ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് നമ്മുടെ ജുപിറ്റർ 125ന്റേത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കാന്ന് വെച്ചാല് ഒരു നല്ല ഭംഗിയുള്ള ഒരു വിൻഷീൽഡ് ആണ്. അതിന്റെ സൈഡിലെ ക്രോം ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് രണ്ട് സൈഡിലും വരുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫിക്സ് നമുക്ക് വരുന്നുണ്ട്. ഇതിന് തൊട്ട് താഴെ നമ്മുടെ വിൻഷീൽഡിന്റെ തൊട്ട് താഴെ വരുന്ന പോർഷൻ ആണ് നമ്മുടെ ഹെഡ്ലൈറ്റ്. നമുക്ക് LED ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് വരുന്നത്. LED ടെക് എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് വരുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് TVS-ന്റെ ഒരു ലോഗോ വരുന്നുണ്ട്. കളറിലോട് കൂടിയ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. അതിന് ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് ക്രോം ഫിനിഷിങ്ങും നൽകിയിട്ടുണ്ട്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്, വിത്ത് ഡിസ്ക് ബ്രേക്ക് ആണ്. ഒപ്പം തന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ടയർ വരുന്നത് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. അതിന്റെ സൈസ് വരുന്നത് 90/90/12 ആണ്. ബാക്കും ഫ്രണ്ടും നമുക്ക് വരുന്നത്. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ജുപിറ്റർ 125 എന്ന് എഴുതിയിട്ടുള്ള ഒരു പ്രീമിയം ലോഗോയാണ് നമുക്ക് വരുന്നത്. എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 125 cc-യിലാണ് വാഹനം വരുന്നത്. പെർഫോമൻസ് മാക്സിമം പവർ വരുന്നത് 6 kW at 6500 RPM ആണ്. ടോർക്ക് 10.5 Nm at 4500 RPM ആണ് എഞ്ചിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കില് നമുക്ക് ടെലിസ്കോപ്പിക് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് വരുന്നത്. അപ്പോൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ TVS-ന്റെ ഒരു ലോഗോയും ഒപ്പം ഭംഗിയോടുകൂടി നമുക്കൊരു ടൈലൈറ്റ് അസംബ്ലിയും കാണാം. അപ്പോൾ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്പോർട്ടി ലുക്കിലാണ് എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം ക്രോമോട് കൂടിയ ഗാർഡും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബാക്ക് റെസ്റ്റ് കാണാം. നമുക്ക് ലോങ് പോകുമ്പോൾ ചാരി ഇരുന്ന് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ടാണ് ഈ സൗകര്യം. ഈ സീറ്റിന്റെ ലെങ്ത് തന്നെ നമുക്ക് വളരെ കംഫർട്ട് ആയിട്ടുള്ളതാണ്. അപ്പൊ സീറ്റ് ലെങ്ത് നോക്കുകയാണെന്ന് വെച്ചാല് സ്റ്റോറേജ് സ്പേസ് 33 ലിറ്റർ ആണ് വരുന്നത്. സീറ്റ് ലെങ്ത് 790 mm വരുന്നത്.
രണ്ട് ഹെൽമെറ്റ് ഒക്കെ അനായാസം വെക്കാൻ പറ്റുമല്ലോ അല്ലെ? അതെ, തീർച്ചയായും നമുക്ക് രണ്ട് ഹെൽമെറ്റ് അനായാസമായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഫ്രണ്ടിലാണ് നമുക്ക് ഇതിന്റെ പെട്രോൾ, പിന്നെ ലഗേജ് ഇടാനായിട്ടൊരു സ്പേസും ഉണ്ട്, പിന്നെ ഒപ്പം മൊബൈൽ ചാർജറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മീറ്റർ കൺസോൾമെന്റ് നോക്കുകയാണെന്ന് വെച്ചാൽ മീറ്റർ ഡിജിറ്റൽ ആണ്. അതിൽ തന്നെ LED ഡിസ്പ്ലേയില് ഡബിൾ പാർട്ടായിട്ടാണ് കൺസോൾ വന്നിട്ടുള്ളത്. സ്മാർട്ട് കണക്ട് ആണ് വരുന്നത്. കണക്ടിവിറ്റിയിൽ തന്നെ എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്, കൂടാതെ വോയിസ് കമാൻഡ് ഓപ്ഷനും വരുന്നുണ്ട്. സ്വിച്ചുകൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ഡിമ്മും ബ്രൈറ്റും, അപ്പം ഇൻഡിക്കേറ്റർ, ഹോൺ വരുന്നുണ്ട്. ഇവിടെ വരുന്നത് ഓട്ടോമാറ്റിക് ഓഫ്, പിന്നെ ഹസാർഡ് ലൈറ്റ്, സെൽഫാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടിരിക്കുമ്പോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓഫ് ആവാണ്. അതായത് നമ്മള് നല്ലൊരു തിരക്കുള്ള സ്ഥലങ്ങളിൽ വണ്ടി ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവല് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ജുപിറ്റർ 125 എത്ര വേരിയൻസ്, എത്ര കളേഴ്സ് ആണ് വരുന്നത്? 3 വേരിയന്റിലായിട്ട് 6 കളറാണ് നമുക്ക് വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ മൈലേജ് പറയുന്നത്? കമ്പനി പറയുന്നത് 65 ആണ്. നമുക്ക് 50-55 എന്തായാലും കിട്ടും. പിന്നെ വാഹനം ഓടിക്കുന്നതിനനുസരിച്ചും സർവീസ് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന മൈലേജ്. റോഡ് പ്രൈസ് പറയുന്നത്? ഓൺ റോഡ് പ്രൈസ് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബേസ് മോഡൽ വരുന്നത് 1,15,500 രൂപയാണ്. അപ്പം ടോപ്പ് എൻഡ് മോഡൽ നമുക്ക് വരുന്നത് 1,27,000 ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആക്സസറീസും എല്ലാ ഫിറ്റിംഗും കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത്. അതെ അതെ അതെ. ഇത്ര വിശേഷങ്ങളാണ് നമ്മുടെ TVS ജുപിറ്റർ 125 അല്ലെ? അതെ. ഇനി നമുക്ക് അടുത്തത് എൻഡോർക്കിലേക്ക് പോയല്ലോ. ഇതാണ് നമ്മുടെ എൻഡോർക്ക്. ഓക്കെ, ഇതിന്റെ വേണം നമ്മുടെ 125 ജുപിറ്ററിൽ നിന്ന് എൻടോർക്ക് 125ലേക്ക് വരുമ്പോ എന്തെല്ലാം മാറ്റങ്ങളാണ് TVS കമ്പനി കൊണ്ടുവന്നത്? ജുപിറ്റർ 125 നിന്ന് എൻടോർക്കിലേക്ക് വരുമ്പോ ഇത് നമുക്ക് കുറച്ച് ഫ്രീക്കന്മാർക്കും കുറച്ച് പവർ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള സെഗ്മെന്റ് ആണ്. അപ്പൊ നമ്മള് കല്ലക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം ഇറക്കിയത്. നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയെന്ന് വെച്ചാല് ഒരു ചെറിയ വൈസർ ആണ് വരുന്നത്. ഒപ്പം അതിന്റെ സൈഡിലായിട്ട് ഒരു ക്യൂട്ട് ലുക്കുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ തൊട്ടടിയിൽ TVSന്റെ കർവോട് കൂടിയുള്ള DRL-ഉം ഒപ്പം LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. തൊട്ട് താഴെ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ്. ഒപ്പം ട്യൂബ്ലെസ് ടയേഴ്സ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു അലോയ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക് 220 mm ആണ്. ടയർ 100/80/12. ബാക്ക് വരുന്നത് 110/80/12. അപ്പൊ ഒന്ന് നോക്കി നോക്കിയേ, ഈ വണ്ടിയുടെ ഗ്രാഫിക്സ് തന്നെ അടിപൊളിയായിട്ടില്ലേ? ഗംഭീരമുണ്ട് കേട്ടോ ലിന്റെ മേഡം. എന്താ പറയാ, എപ്പെട്ടതൊന്നല്ല ആ വണ്ടി കാണൂല്ലേ? അതെ അതെ. അതൊരു എന്താ പറയാ സ്പോർട്ടി ലുക്കിലാണ് ആ ഒരു ഗ്രാഫിക്സ് വന്നിട്ടുള്ളത് അല്ലെ? അതെ അതെ. നമുക്ക് ബാക്കിൽ സൈഡിലായിട്ട് എൻഡോർക്ക് XT എന്ന ഗ്രാഫിക്സും കാണാം. ഇൻസൈഡ് നോക്കുകയാണെന്ന് വെച്ചാല് സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് ഫ്യൂവൽ ഇഞ്ചക്ടഡ് എയർ കൂൾസ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ആണ്. പിന്നെ 124.8 cc 6.9 kW 7000 RPM 10.5 Nm at 5500 എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒപ്പം സിംഗിൾ ടെലിസ്കോപ്പിക് സസ്പെൻഷനും വരുന്നുണ്ട്. പെട്രോൾ ടാങ്ക് വരുന്നത് നമുക്ക് ബാക്കിലാണ്. അപ്പം ടൈലൈറ്റ് നമുക്ക് LED ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡിക്കേറ്റേഴ്സും നല്ല ഷേപ്പോട് കൂടി കൊടുത്തിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, ക്യൂട്ട് ലുക്കാണ്. സ്പോർട്ടി ലുക്കിലാണ് നമുക്ക് എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എക്സോസ്റ്റ് നോയ്സ് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് പ്രീമിയം ലുക്കിലുള്ള ഒരു സീറ്റ് ആണ്. 21 ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി. നമുക്ക് എൻഡോർക്കിന്റെ മീറ്റർ ക്ലസ്റ്ററിലേക്ക് കിടക്കാം. ഇത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് തന്നെയാണ് ഈ മീറ്റർ നമുക്ക് വരുന്നത്. മീറ്റർ ക്ലസ്റ്റർ വരുന്നത് ഡിജിറ്റൽ ആണ്. അതിൽ തന്നെ LED ഡിസ്പ്ലേയിൽ ഡബിൾ പാർട്ട് ആയിട്ടാണ് വരുന്നത്. സ്മാർട്ട് കണക്ട് ആണ് വരുന്നത്. കണക്ടിവിറ്റിയിൽ തന്നെ എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്, കൂടാതെ വോയിസ് കമാൻഡ് ഓപ്ഷനും വരുന്നുണ്ട്. കഴിഞ്ഞാൽ ഡിം ബ്രൈറ്റ് സ്വിച്ചസ്, ഇൻഡിക്കേറ്റർ, ഹോണ്. അപ്പുറത്തെ ഭാഗത്താണെന്ന് വെച്ചാല് നമുക്ക് ഓട്ടോമാറ്റിക് ഓഫ് ഐഗോ ഫെസിലിറ്റിയോട് കൂടിയിട്ട്, പിന്നെ ഹസാർഡ്, പിന്നെ സെൽഫ്, പിന്നെ വോയിസ് അസിസ്റ്റൻസ് ആണ് കാണുന്നത്. എൻടോർക്ക് 125 എത്ര കളേഴ്സ്, എത്ര വേരിയൻസ് ആണ് വരുന്നത്? 5 വേരിയൻസിലായിട്ട് 10 കളറാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. മൈലേജ് പറയുന്നത് കമ്പനി നമുക്ക് 55 ആണ് പറയുന്നത്. നമുക്കൊരു 40-45 കിട്ടും. എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്? ബേസ് മോഡൽ നമുക്ക് വരുന്നത് 1,19,400 ആണ്. ടോപ്പ് എൻഡ് മോഡൽ വരുന്നത് 1,38,500 ആണ്. ആക്സസറീസ് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള റേറ്റ് അല്ലേ നമ്മൾ പറയുന്നത്? അതെ അതെ അതെ. നമുക്ക് വരുന്നത് 5.8 ലിറ്റർ ആണ് നമുക്ക് വരുന്നത് കപ്പാസിറ്റി വരുന്നത്. നമ്മുടെ ജുപിറ്റർ 125 ആകുമ്പോൾ നമുക്ക് 5.1 ലിറ്റർ ആണ് വരുന്നത്. ഇത്രയാണ് നമ്മുടെ എൻടോർക്ക് 125ഉം ജുപിറ്റർ 125ഉം കാര്യങ്ങൾ അല്ലേ? അതെ അതെ. ഈ ഒരു സമയം കൊണ്ട് ഈ 2 വാഹനങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന ലിൻഡ മാഡം താങ്ക് യു ട്ടോ. താങ്ക് യു. എന്തായാലും മാഡത്തിന്റെ ഇവിടുത്തെ നമ്പറൊക്കെ നമ്മൾ വെക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയണു, നമ്മുടെ കാഞ്ഞാണി, വാടാനപ്പള്ളി, കണ്ടശാങ്കടവ്, അതായത് നമ്മുടെ ഓൾറെഡി ബേസ് ചെയ്തിട്ട് വരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും TVSന്റെ വാഹനങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ
എല്ലാവരും ഇങ്ങോട്ട് വരാം. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാം, അതെ. വണ്ടികൾ ബുക്ക് ചെയ്യാം അല്ലെ? ഓക്കെ ഓക്കെ മാഡം, നമ്മുടെ ഒരു ബേസ് വീഡിയോസ് ഒക്കെ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്തുകൂടെ? നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു മാഡം. മച്ചവരെ, അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ എൻടോർക്ക് 125ഉം ജുപിറ്റർ 125ന്റെ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങനെ അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.